നമ്മൾ ഒരു ഔഷധ സസ്യത്തെ പറ്റി പറയുകയാണ്. ഇതാണ് നമ്മുടെ ചങ്ങലമ്പരണ്ട എന്ന് പറയുന്നത്. ഇതുണ്ട് ഏങ്കമ്പരണ്ട ഉണ്ട്. അപ്പോൾ ഇതൊരു പടർന്ന് വളരുന്ന ചെടിയാണ്. ഇതുണ്ട് ഇവിടെയൊക്കെ ഉണ്ട്, അടിയിൽ നിന്നൊക്കെ ഉണ്ട്. കണ്ട പിന്നെ പടർന്ന് വളർന്ന് ഇങ്ങനെ പടർന്ന ഒരു വള്ളിച്ചെടിയാണിത്. അപ്പോൾ ഇതിനെ വേറൊരു പേര് മുപ്പരിങ്ങ എന്ന് പറയുന്ന ഒരു പേരും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് ഒരു ഇനം എന്ന് പറയണത് ഇതിപ്പോൾ പിന്നെ ഒന്ന് ഈ ഒരെണ്ണം ഒരു 4 സൈഡുണ്ട് ഇതിന്. അപ്പോൾ പിന്നെ ഉള്ളൊരു 3 സൈഡിലുണ്ട്. ഇതിപ്പോൾ 4 സൈഡിലുള്ള ചങ്ങലമ്പരൻ്റെയാണ്. ഇതുണ്ട 4 സൈഡുണ്ട്. ഇതുണ്ട 1 2 3 4 കണ്ട 4 സൈഡ്. അപ്പോൾ ഇതിന് 3 സൈഡിലുണ്ട്. അപ്പോൾ ഈ 3 സൈഡിലുള്ള ചങ്ങലമ്പരം ഉണ്ട്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും ഉണ്ടാവും. 2 ഇനം ഉണ്ട്. അപ്പോൾ 2 ഇനമേ ഉള്ളൂ. ഇത് വള്ളിച്ചെടി പോലെ വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇങ്ങനെ 2 ഇനത്തിലുള്ള ചെടിയാണ് കാണുന്നത്. ഇതിൻ്റെ കാണ്ഡഭാഗവും തളിരിലൊക്കെ നമുക്ക് ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഈ സസ്യം ഔഷധ സസ്യം ഉപയോഗിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന ചതവ് എല്ലൊടിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി യോജിക്കുക ഉള്ള ഒരു കഴിവ് ഈ സസ്യത്തിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത് ഇത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഇത് പല വൈദ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചങ്ങലമ്പരണ്ട ആയുർവേദ എണ്ണ ഉണ്ടാക്കാൻ പല സസ്യങ്ങളൊക്കെ ചേർത്താണ് ഈ ചങ്ങലമ്പരൻ്റെ എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പം അത് പല കടകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ചങ്ങലമ്പരൻ്റെ ചേർത്തുള്ള എണ്ണകളൊക്കെ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണയാണ് ഞരമ്പെണ്ണ എന്ന് പറയും. നമ്മുടെ കടകളിലേക്ക് വിൽക്കാനുള്ള ഞരമ്പെണ്ണയില്ല. അപ്പോൾ അത് ഈ ചങ്ങലമ്പരണ്ട ചേർന്ന ഒരു എണ്ണയാണ്. പിന്നെ ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറ്റാനുള്ള ചങ്ങലമ്പരണ്ടയ്ക്ക് കഴിയും. പിന്നെ അതുപോലെ അൾസസ് വാതരക്തത്തിനൊക്കെ വൈദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വിശപ്പില്ലായ്മ കഫത്തെ ഇല്ലാതാക്കും ഈ ചങ്ങലമ്പരണ്ട. അതുപോലെ ദഹനക്കുറവ്, പിന്നെ ചെവി വേദന, വയറിളക്കം. അപ്പോൾ ഇതിനെയൊക്കെ ഒരു പരിഹാരം ചങ്ങലമ്പരണ്ടയ്ക്ക് കഴിയും. അപ്പോൾ നമ്മൾ ഈ ചങ്ങലമ്പരണ്ട ഇത് ഇല നമ്മുടെ ഇല ഇപ്പോൾ ഇത് മൂത്തതാണ്. ഇതൊരു മൂത്ത ഇല. ഇപ്പോൾ ഈ ഇല കണ്ട ഇതുപോലെ ഇലയും ഇത് തണ്ടെന്ന് പറയും. ഈ തണ്ടാണ് നമ്മൾ ഉപയോഗിക്കണം മരുന്നിനൊക്കെ. ഈ ഇലയും തണ്ടും കൂടി ഇത് തമിഴ്നാട്ടിൽ ഇത് തോരൻ വെച്ച് ഇങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ചങ്ങലമ്പരണ്ട അരച്ച് ഉഴുന്ന് പരിപ്പിൽ ചേർത്ത് വടയുണ്ടാക്കാറുണ്ട്. അത് ഇങ്ങനെ സന്ധിവേദന കുറയുമെന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണ്ഡത്തിൻ്റെ നീര്, ഇതിൻ്റെ നീരില്ലേ, ഇതാണ് കാണ്ഡം. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയൊക്കെ കാച്ചാനും മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ഈ സാധനമാണ്. അപ്പോൾ ഇതാണ് കാണ്ഡം എന്ന് പറയും. ഈ കാണ്ഡത്തിൻ്റെ ചതച്ച നീര് പിഴിഞ്ഞ് ചെവിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെവി വേദനയൊക്കെ എനിക്ക് ശമനം ഉണ്ടാവും. പിന്നെ ഈ ചങ്ങലമ്പരണ്ട ഇത് ചതച്ചരച്ച് ഒടിവുള്ള ഭാഗത്ത് പതിവായിൽ വച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ചതഞ്ഞ ഭാഗത്തുള്ള നീരൊക്കെ കുറഞ്ഞു കിട്ടുമെന്ന് പറയും. അങ്ങനെ ഒരു കഴിവ് ഈ ചങ്ങലമ്പരണ്ടയ്ക്ക്. അതിനാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചങ്ങലമ്പരണ്ടയുടെ എണ്ണ ഉണ്ടാക്കാറുണ്ട് പലരും. അപ്പോൾ ഈ സാധാരണ ഇത് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഇത് അരിഞ്ഞിട്ട് നമ്മുടെ സാധാരണ കടുകെണ്ണയില അങ്ങനെയുള്ള നമ്മുടെ വെളിച്ചെണ്ണയില അങ്ങനെയൊക്കെ അരിഞ്ഞ് മുഴിഞ്ഞ് നമ്മുടെ ഇത്തിരി ബ്രൗൺ കളറാകുമ്പോൾ കാച്ചിയെടുത്ത് നമുക്ക് ഇതുപോലെ വീട്ടാവശ്യത്തിനൊക്കെ ഇങ്ങനെ നീരൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പെരട്ടി അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ എണ്ണ പിന്നെ രണ്ടാമത് കളരി അഭ്യാസം, അത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന നേരത്ത് അത് തേച്ച് കുളിക്കായിട്ട് ഈ എണ്ണ ഉപയോഗിക്കാറുണ്ട് ചങ്ങലമ്പരണ്ട. പിന്നെ ഇതിൻ്റെ കുരുന്നില, ഈ കുരുന്നില കണ്ട ഇതേപോലെ ഇവിടെ ചെറിയല്ല ഇതേപോലെ കുരുന്നില കണ്ട. ഈ കുരുന്നിലയും തണ്ടെന്ന് പറയുന്നത് ഇത് തന്നെ, ഈ കാണ്ഡമെന്ന് പറയും. ഈ തണ്ടും കൂടി ഉണക്കിപ്പൊടിച്ച് 6 ഗ്രാം എടുത്തിട്ട് രാവിലെ വൈകുന്നേരം കഴിച്ചാൽ വിശപ്പില്ലായ്മ ദഹനക്കേടിനൊക്കെ നല്ലതാണ്. പിന്നെ ചങ്ങലമ്പരണ്ടയിൽ കാൽസ്യം ഓക്സലേറ്റ്, കരോട്ടിൻ, പിന്നെ അസ്കാർബോണിക് ആമ്ലം, പ്രോട്ടീന്, കൊഴുപ്പ്, പെക്റ്റിൻ, വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ
ചങ്ങലം വച്ച് പിടിപ്പിച്ച് നമുക്ക് ഇതുപോലെ അത്യാവശ്യമായിട്ട് വല്ല ചതവോ ഒടിവോ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചതച്ചരച്ച് കഴിഞ്ഞാൽ ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീരൊക്കെ കുറയും. അങ്ങനെ എല്ലിനൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവുന്നത്. ഇത് പ്രധാനമായിട്ട് എല്ല് മുറുകൂട്ടി എന്നാണ് ഇതിന് പറയണത്. എല്ലുകൾ അസ്ഥികൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കഴിവാണ് ഈ ചങ്ങലമ്പരൻ്റെയൊക്കെ ഉള്ളത്. അതാണ് ഇത് കണ്ട, ഇത് ജോയിൻ്റ് ആണ്. ഇത് ഇവിടെ കണ്ടത്, ഇത് ഇവിടെ ഒരു ജോയിൻറ്റ്, പിന്നെ അടുത്ത ജോയിൻറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേക വളർച്ച. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ തുടർന്ന് ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തുടർന്ന് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്.